നമ്മുടെ നാട്ടിലെ ആ നിയമവ്യവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എന്നിട്ട് പോലീസുകാർ ഇയാളെ കൊണ്ട് നടക്കുക. എന്തുവാ അയാളെ അവിടെ പോയി പരിശോധിക്കുന്നു, ഇവിടെ പോയി പരിശോധിക്കുന്നു. ഇയാൾ കൊലപാതകം വല്ല ചെയ്തു? ഇയാൾ ആരെങ്കിലും ബലാത്സംഗം ചെയ്തു? ഇയാൾ ആർക്കെങ്കിലും ഗർഭം ഉണ്ടാക്കിയോ? ഒന്നും ചെയ്തില്ലല്ലോ. ഇയാള് പറഞ്ഞു ഇയാളെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇതുപോലെ പീഡിപ്പിക്കുകയാണെന്നും അകത്താക്കാൻ പോവുകയാണെന്നും മനഃപൂർവ്വം ആ സ്ത്രീ ചെയ്തതാണെന്നും ഒക്കെ ഇയാളെ വിളിച്ചു പറഞ്ഞു. അതിന് വേറെ ആരുടെ കയ്യിൽ നിന്ന് കല്യാണത്തിന് പോയതിന്റെ പണമോ ഏതാണ്ട് കിട്ടി. അത് AI നിർമ്മിച്ചേക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൂലം നിർബന്ധിച്ചെടുത്തത്. അത് വെച്ചുകൊണ്ട് ഏതാണ്ട് വീഡിയോ നടത്തി ചെയ്തു. ഇതേ ഉള്ളൂ. ഇതിന് ഇത്രയും നാൾ അയാൾ ജയിലിൽ കിടക്കണോ? എന്നിട്ടെന്താ? അയാളുടെ ലാപ്ടോപ്പ് എടുക്കണം, അയാളുടെ മൊബൈൽ ഫോൺ എടുക്കണം. ഇപ്പൊ ലാപ്ടോപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ എന്താ? ഇയാൾ അന്വേഷണമായിട്ട് സഹകരിക്കുന്നില്ല. അതായത് അയാൾ ലാപ്ടോപ്പിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുക. മനസ്സിലായൊക്കെ പറഞ്ഞു കൊടുക്കാൻ അയാളാണോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടേ? ഇയാളെ വെറുതെ പിടിച്ചിട്ടിട്ട് പിന്നെ ലാപ്ടോപ്പ് ഉണ്ടാക്കാണോ പോലീസ് ചെയ്യേണ്ടത്? പോലീസ് പല കാര്യങ്ങളിലും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇതാണ്. ഈ പ്രതി അങ്ങ് പിടിക്കും ഒരുത്തനെ, എന്നിട്ട് പിന്നെ അത് വെച്ചുകൊണ്ട് തെളിവുണ്ടാക്കാൻ നോക്കുകയാണ്. ഇതാണോ കേസ് അന്വേഷണം? അന്വേഷിച്ച് മനസ്സിലാക്കി ഒരാൾ കുറ്റക്കാരനാണെന്ന് കണ്ടാൽ, പോലീസിന് ബോധ്യപ്പെട്ടാൽ അയാളെ അറസ്റ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നേരത്തെ അവർ തെളിവ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിപ്പോ അതല്ല ഇപ്പോഴത്തെ പരിപാടി. ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ എങ്ങി പിടിക്കും. പിടിച്ചു കഴിഞ്ഞിട്ട് ആളിനെ അങ്ങ് പിടിച്ചു, പ്രതി പിടിച്ചിട്ടിട്ട് എന്നിട്ട് പിന്നെ അതിനു വേണ്ടി തെളിവെടുക്കാൻ നടക്കുക. അപ്പൊ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ ഈ രാഹുൽ ഈശ്വറിന്റെ അടുത്ത്, ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് ഇത്രയും പാതകം ചെയ്യേണ്ട കാര്യമുണ്ട്. പോലീസിന് ഇപ്പൊ അയാളിൽ ഇത് പാസ്വേഡ് പറഞ്ഞു കൊടുക്കുന്നില്ലെന്നിരിക്കട്ടെ, അയാൾക്ക് മനസ്സില്ല പറഞ്ഞു കൊടുക്കാൻ. അയാൾക്ക് അതിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അയാൾ പാസ്വേഡ് പറഞ്ഞു കൊടുക്കണമെന്ന് ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? അയാൾ പ്രതിയാണോ പറഞ്ഞു കൊടുക്കേണ്ടത്? അതിന് ഉള്ള ഈ പാസ്വേഡൊക്കെ ബ്രേക്ക് ചെയ്യാനൊക്കെ ഉള്ള സംവിധാനം നമുക്ക് ശാസ്ത്രീയ സംവിധാനം ഇല്ലേ? ഉണ്ടല്ലോ. അവിടെ പോയി അത് ബ്രേക്ക് ചെയ്തൊന്ന് പരിശോധിച്ച് എന്ത് ചെയ്യാനാണ് ഇയാളെ? ഈ വീഡിയോയുടെയൊക്കെ തെളിവെടുക്കാൻ. ആ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, യൂട്യൂബിലുണ്ടല്ലോ, ഇപ്പോ അവൈലബിൾ അല്ലേ? അയാൾ നടത്തിക്കൊണ്ടിരുന്ന, അയാളുടെ പറഞ്ഞിരുന്ന വീഡിയോ. രാഹുൽ മാങ്കൂട്ടത്തിനകത്ത് ഇപ്പൊ ആരും ഈ ജഡ്ജിയെ കുറ്റം പറയുന്നില്ല, ഒന്നും പറയുന്നില്ല, ജാമ്യം കൊടുക്കുന്നത്. കാരണം എന്താ? ഇത് ആൾക്ക് ഇതൊക്കെ അറിയാം, ഇത് ഇങ്ങനെയൊക്കെയുള്ള ഇടപാടുകൾ. അതുകൊണ്ടാണ് ആരും ഈ അതിജീവിതയ്ക്ക് വേണ്ടി ഇപ്പൊ നടക്കുന്നില്ല. അവരെ കണ്ണീര് കാണുന്നു എന്നൊന്നും ഇപ്പൊ ആരും പറയുന്നില്ല, കേൾക്കുന്നില്ല. പക്ഷേ ആകെപ്പാടെ ഇപ്പൊ അനുഭവിക്കുന്ന ആരാ? ഞാൻ അന്ന് പറഞ്ഞത്, രാഹുൽ ഈശ്വരും അയാളുടെ ഭാര്യയും കുഞ്ഞും ഇത് അനുഭവിക്കും, ഇതിന്റെ ബുദ്ധിമുട്ട്. ഇയാളെ ജയിലിൽ കിടക്കുകയാണ് ഒരാവശ്യമില്ലാതെ. അയാളുടെ റിമാൻഡ് നീട്ടിയേക്കാം 14 ദിവസം. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ കോടതി പോലീസ് പറയുന്ന കാര്യങ്ങളെല്ലാം നോക്കി പോലീസിന്റെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കുന്നതല്ല കോടതികൾ. അതല്ല കോടതികളിൽ ചെയ്യേണ്ടത്. അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കണം. അയാളെ അറസ്റ്റ് ചെയ്യാൻ, അയാളെ കൊണ്ടു നടക്കാൻ. അപ്പൊ അയാൾക്ക് മുൻകൂർ ജാമ്യം അല്ല അയാൾ ചോദിക്കുന്നത്, റെഗുലർ ബെയിലാണ്. ഇത്രയും ഉള്ള ഒരു കേസിനകത്ത് ഈ ഒന്നുമില്ലാന്ന്, അതിന് പ്രതിയെ വെളിയിൽ ജാമ്യം കൊടുത്തേക്കുന്ന കേസിനകത്ത് ഈ പ്രതിക്ക് വേണ്ടി സംസാരിച്ചു എന്നുള്ള ഒരൊറ്റ കുറ്റം കൊണ്ട് അയാളെ പിടിച്ച് ജയിലിൽ ഇട്ടേക്കുക. ഇതിന്റെ യുക്തി ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ എന്താണെന്ന്. സത്യത്തിൽ കഷ്ടമാണ്. ഇത് തോന്നിവാസമാണ്.